ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ കയ്യിൽ 100 ദിവസം നിൽക്കാനുള്ള സാധനം ചേട്ടന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ അത് കാണാൻ പറ്റിയില്ല? ക്യാമറ ഓഫ് ആയിരുന്നോ? അത് ഞാൻ തമാശക്ക് പറയാറുണ്ട്. ഞാൻ നിന്ന ഭാഗത്തെ ക്യാമറ, മറ്റേ റോഡിലൊക്കെ ഉള്ള ക്യാമറ പോലെ, ക്യാമറ പോലെ, അത് ക്യാമറ വർക്ക് ആയിരുന്നില്ലെന്ന്. അപ്പൊ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് നിന്നതാണ്. ഞാൻ ഇപ്പൊ സപ്പോസ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മള് ഒരു ദിവസത്തിൽ 1 മണിക്കൂറിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ശ്രദ്ധ പോകും. നമുക്ക് 24 മണിക്കൂറിലും നമുക്ക് മൊബൈൽ ഫോൺ ശ്രദ്ധിച്ചില്ല. ഈ 7 ദിവസവും നമുക്ക് ഫോൺ ഇല്ലാത്ത കാര്യം നമ്മൾ അറിഞ്ഞതേ ഇല്ല. നമ്മൾ വേറൊരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് പോലും നമ്മൾ മനസ്സിലാക്കിയില്ല. വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് കുറച്ച് കൂട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കുന്ന പോലെയാണ്. അതിനിടയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അതിനകത്ത് കയറി ഇടപെടുന്നു, അതിനകത്ത് ചില തമാശകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ പോയി. ഇതിനിടയ്ക്ക് ചിലരോടൊക്കെ ചില പേഴ്സണലി ചില ഗ്രഡ്ജുകൾ വന്നു തുടങ്ങി. അങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് വീക്കിൽ എവിക്റ്റ് ആയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഷോ ആണ് പ്രധാനം. ഷോ ചർച്ച ചെയ്യപ്പെടുക, ഷോ ആളുകളിലേക്ക് കൂടുതലേക്ക് എത്തുക. അതിനപ്പുറം രഞ്ജിത്തെന്നോ ശങ്കരനെന്നോ ഗോപാലനെന്നോ ഉള്ള ഒരു പിക്ചർ അവിടെ ഇല്ല. അപ്പൊ അത് ചിലപ്പോൾ അത് നമുക്ക് വരും, ചിലപ്പോൾ വേറൊരാൾക്ക് വരും എന്നുള്ളതേ ഉള്ളൂ. ഷോ എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ടീം അതിന്റെ ബാക്കിലുള്ളത് കൊണ്ട് അവരത് ഷോ നന്നായിട്ട് കൊണ്ടുപോകും.